ഇന്ന് നടന്ന സന്യാസ സമർപ്പിതർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത ഓക്കാം സഭയിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ സന്യസ്തരും ഒന്നിച്ച് ഒരേ ഇടത്തിൽ കാണുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, എപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ. ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്, വലിയൊരു വിളിയാണ്. ആ ഒരു സന്യാസത്തിൻ്റെ സന്തോഷം എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവിന് പോലും ചിലപ്പോൾ അറിയത്തുണ്ടാകത്തില്ല ഇത്രയും വൈവിധ്യമാർന്നിട്ടുള്ള കാരിസംസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പം അത്രമാത്രം വൈവിധ്യങ്ങളോട് കൂടിയുള്ള സഭയുടെ ആ ഒരു പൂർണ്ണത, ആ സഭയുടെ ആ സന്തോഷം മുഴുവൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അവസരമാണ്, വലിയൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. കൂടാതെ ഇതൊരു ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അടുത്തനുഗമിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളെല്ലാവരും ആ ഒരു ക്രിസ്തീയ സന്തോഷത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും മുന്നോട്ട് വിശ്വസ്തയോടുകൂടി പോകാനുള്ള ഒരു ക്ഷണം കൂടിയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈശോയ്ക്ക് നന്ദി പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അവസരത്തിൽ ഇതുപോലെ ഒരു ജൂബിലി സെലിബ്രേഷന് തന്നെ പങ്കെടുക്കാൻ പറ്റുമെന്ന് തന്നെ ഒരിക്കലും വിചാരിച്ചില്ല. പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ സന്യാസത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്ന് വിചാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ യുവജനങ്ങൾ പോലും ഈ ഒരു വിളിയോട് ആകർഷിക്കപ്പെടാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേക മന്ദീഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇതുപോലത്തുള്ള ഒരു സംഗമങ്ങൾ കാണുമ്പോഴത്തേക്കും ശരിക്കും അഭിമാനം തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യമേ ഈശോയ്ക്ക് നന്ദി പറയുന്നു. കാരണം എന്നെ ഈ ഒരു ജീവിതത്തിലേക്ക് വിളിച്ചതിനോർത്ത്, കാരണം എത്രയോ വിലപ്പെട്ട മൂല്യമുള്ള ഒരു ജീവിത അന്തസ്സിലാണ് ഞാൻ ആയിരിക്കുന്നതിനോർത്ത് ഒത്തിരി അഭിമാനം കൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഓരോ വ്യക്തികളെ കാണുമ്പോൾ, ഓരോ സന്യാസിതരെയും സമർപ്പിതരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ഗോസ്പം രോമമൊക്കെ എഴുന്നേറ്റിരിക്കുക അത്രയ്ക്കും. അതായത് ഈ ഇത്രയും ഒരു മഹത്തായ ഒരു സഭയിൽ അംഗമാണല്ലോ എന്നതിൽ ഞാൻ എപ്പോഴും അഭിമാനിക്കുന്നു. മരണം വരെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഈ ജീവിതത്തോട് വിശ്വസ്തത പുലർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ജൂബിലി ആഘോഷങ്ങളെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. തീർച്ചയായും ദൈവവിളികൾ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ലോകമെമ്പാടുമെന്നായി 16,000-ലധികം സന്യസ്ത സമർപ്പിതർ ഈ വത്തിക്കാനിൽ ഒന്നിച്ചുകൂടിയത് ഏവർക്കും പ്രചോദനം നൽകുന്ന ഒരു അനുഭവം തന്നെയായിരുന്നുവെന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം നന്ദി പറയുന്നു. കാർമലൈറ്റ് സഭയിൽപ്പെട്ട ബ്രദേഴ്സാണ് നമ്മോട് ചേർന്ന്. ബ്രദറിന്റെ പേര് ആഞ്ചൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.